കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം. എരുമേലിയിൽ നിന്നും കണമല റൂട്ടിൽ 19 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചാൽ കാളകെട്ടി ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത പാത എന്നറിയപ്പെടുന്ന എരുമേലി പമ്പ കാനനപാതയിലെ ഒരിടത്താവളമാണ് കാളകെട്ടി. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാറുണ്ട്. മഹിഷി നിഗ്രഹത്തിനായി ശ്രീ അയ്യപ്പൻ ഈ കാനനപാതയിലൂടെയാണ് യാത്ര ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ ആദ്യം എരുമേലി പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും തുടർന്ന് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും പേട്ടതുള്ളി ദർശനവും നടത്തി കാൽനടയായി എരുമേലിയിൽ നിന്ന് പരമ്പരാഗത പാതയായ പേരൂർ തോട് ഇരുമൂന്നിക്കര വഴി കോയിക്കക്കാവിലെത്തുന്നു. ഇവിടെ മുതലാണ് അയ്യപ്പ ഭക്തർ ആദ്യം വനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നും വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കാളകെട്ടിയിൽ നിന്നും പിന്നീട് അഴുത, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, മുക്കുഴി, കരിയിലാം തോട് കടന്ന് കരിമല എത്തുന്നു. കരിമല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയാനവട്ടം, വലിയാനവട്ടം വഴി പമ്പയിലെത്താം. എരുമേലിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് അയ്യപ്പ ഭക്തർ പമ്പയിൽ എത്തിച്ചേരുന്നത്. കാളകെട്ടിക്ക് ആ പേര് വന്നതിന് പിന്നിലെ ഐതിഹ്യത്തിലേക്ക്. പന്തള രാജാവായ ശ്രീ രാജരാജശേഖരന്റെ വളർത്തുപുത്രനായ മണികണ്ഠൻ തന്റെ അമ്മയുടെ രോഗം മാറ്റുവാൻ പുലിപ്പാലിനായി കാട്ടിലേക്ക് യാത്രയായി. മണികണ്ഠന്റെ അവതാര ഉദ്ദേശം മഹിഷിയെ നിഗ്രഹിക്കുക എന്നതായിരുന്നു. മഹിഷി നിഗ്രഹത്തിന് മണികണ്ഠനെ അനുഗ്രഹിക്കുന്നതിനും സാക്ഷ്യം വഹിക്കുന്നതിനുമായി കാളകെട്ടിയിൽ എത്തിച്ചേർന്ന ശിവനും പാർവതിയും തന്റെ വാഹനമായ നന്ദിക്കാളയെ ഇവിടെയൊരു ആഞ്ഞിലി മരത്തിൽ ബന്ധിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ കാളയെ കെട്ടിയ സ്ഥലമായതിനാൽ ഇവിടം പിൽക്കാലത്ത് കാളകെട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് കാളകെട്ടി ആഞ്ഞിലിന് സമീപത്തായി പന്തള രാജാവ് ഒരു ശിവക്ഷേത്രം പണികഴിപ്പിക്കുകയും ഒപ്പം ആഞ്ഞിലി മരത്തിന് ചുറ്റും തറകെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ആഞ്ഞിലി മരം കാലഹരണപ്പെട്ടു. ശ്രീ കാളകെട്ടി ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ ഒരു പ്രകൃതി സങ്കല്പമായി കരുതപ്പെടുന്ന ഒന്നാണ് തലപ്പാറ മല. ശ്രീ അയ്യപ്പന് തലപ്പാറ മലയിലെ മൂപ്പനുമായി അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അയ്യപ്പൻ ശബരിമലയിലേക്ക് പുറപ്പെടുമ്പോൾ അകമ്പടിക്കായി ശ്രീ തലപ്പാറ മൂപ്പനെ നിയോഗിച്ചു എന്നും പറയപ്പെടുന്നു. കാൽനടയായി ശബരിമലയിലേക്ക് പുറപ്പെടുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പാദസേവ ചെയ്യുക എന്നൊരു കർമ്മം ഇവിടെ നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാർ മലയരയന്മാരാണ്. ഉപദേവതകളായി ഗണപതി, മുരുകൻ, ശാസ്താവ്, നാഗരാജാവ്, കോട്ട, തലപ്പാറമല തുടങ്ങിയ ദേവതകളെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ എല്ലാ ദിവസവും ഇവിടെ നട തുറക്കാറില്ല. ക്ഷേത്രം എല്ലാ മലയാള മാസം 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയും മണ്ഡല മകരവിളക്ക് സമയത്തും കൂടാതെ മറ്റ് വിശേഷ ദിവസങ്ങളിലും മാത്രമേ നട തുറക്കുകയുള്ളൂ. കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ കാനനപാതയിലൂടെയുള്ള ശബരിമല യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമാണ് ഭക്തർക്ക് സമ്മാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.